പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എൻ്റെ MLA ശ്രീ BB ഗോപകുമാർജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കൃഷ്ണദാസ് ജി, ശ്രീ സുരേഷ്, ശ്രീ അനൂപ് ആൻ്റണി, ശ്രീ സോമൻ, ശ്രീ കരമന ജയൻ, ശ്രീ MT രമേശ്, ശ്രീമതി ശ്രീലേഖ, ശ്രീ JR പത്മകുമാർ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിശ്രമം ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ചരിത്ര നിമിഷം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറിയ തെരഞ്ഞെടുപ്പായിട്ട് ഈ 2026 തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തപ്പെടും. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു പുതിയ ദിശയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം ചലിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നതിൻ്റെ തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അറിയപ്പെടും. 3 MLA-മാർ കേരളത്തിൻ്റെ നിയമസഭയിൽ സഭയ്ക്കകത്തും പുറത്തും നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും കാലം 2 മുന്നണികളുടെയും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നു കൊണ്ട് നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് അറുതി വരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. വികസനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ 2047 ഒരു വികസിത രാഷ്ട്രമാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ജനങ്ങൾ നേരിടുന്ന കാതലായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ 3 പേരും പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മളെല്ലാവരും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇന്നലെ ഞാൻ ചാനലുകളുടെയൊക്കെ ആങ്കർ പേഴ്സൺസ് നടത്തുന്ന ചർച്ച ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലം CPM-ൻ്റെ അഹന്ത, ആ അഹന്തക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ എത്ര മാധ്യമപ്രവർത്തകർ, എത്ര ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ആ പ്രക്ഷോഭങ്ങളെടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോൾ വളരെ സർക്കാരിനെ അടിച്ചു പുറത്താക്കിയ ജനങ്ങൾ, ആ ജനങ്ങൾ അടിച്ചു പുറത്താക്കിയപ്പോൾ അതിൽ സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് വളരെ എളുപ്പമാണ്. CPM-ൻ്റെ അഹന്തക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇത് കോൺഗ്രസിൻ്റെ നയങ്ങൾക്കുള്ള വിധിയെഴുത്താണെന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ ആ വിലയിരുത്തൽ പരിപൂർണമായും തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് കോൺഗ്രസിനുള്ള അംഗീകാരമല്ല, CPM-ൻ്റെ അഹന്തക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ്. അത് സ്വാഭാവികമായും പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അനുകൂലമായി. പക്ഷേ കോൺഗ്രസ്സുകാർ അവരുടെ പതിവ് സ്വഭാവം ഇപ്പോൾ തന്നെ കാണിച്ചു തുടങ്ങി. അവിടെ ആർക്കൊക്കെ ചാനലുകൾ ഇപ്പോൾ കൊടുക്കുന്ന വാർത്ത, ആരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പരിശ്രമിക്കുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ ആരൊക്കെയാണ്, അതിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അടിച്ചു പുറത്താക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
ഉപജാപക വൃന്ദങ്ങളും അധികാര രാഷ്ട്രീയവുമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള വേദിയായിട്ട് നിയമസഭയെ മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. അഴിമതിക്കാരെയും വിശ്വാസ സംരക്ഷണത്തിന് തുരങ്കം വെക്കുന്നവർക്കും അവർക്ക് നൽകിയ മറുപടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എനിക്ക് ഈ പുതിയ സർക്കാർ ആരുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വന്നാലും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി, അതിനു വേണ്ടിയിട്ട് പോരാടിയവർക്ക് എതിരായിട്ടെടുത്ത കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാനുള്ള ആത്മാർത്ഥത പുതിയ സർക്കാർ കാണിക്കുമോ എന്നുള്ളതാണ് എനിക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകാൻ പോകുന്നവരുടെ മുന്നിൽ ഉയർത്താനുള്ള ചോദ്യം. അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയിൽ ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞതിലുള്ള ആത്മാർത്ഥത ഇനി അവർ തെളിയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ, ആ കള്ളന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ കേസുകൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി നിയമത്തിൻ്റെ മുന്നിൽ സ്വർണം കട്ടവരെ, ശബരിമലയിലെ ശ്രീകോവിലിനെ അടക്കം കൊള്ളയടിച്ചവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ മൂന്ന് പേരുടെ ശക്തിയിലായിരിക്കില്ല സഭയിലും സഭയ്ക്ക് പുറത്തും പെരുമാറാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് വികസന തൽപരരായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അവസാനമായി ഈ വിജയം ഈ കേരളത്തിൽ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായിട്ട് വിയർപ്പ് മാത്രമല്ല രക്തം നൽകിയിട്ടുള്ള നിരവധി പ്രവർത്തകർ, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഈ സംഘടനയെ കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ബലിദാനികൾക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.